ഹായ് ഫ്രണ്ട്സ്, ശിവദൻ ടാരോട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായും സന്തോഷമായും ആരോഗ്യമായൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നെഗറ്റീവ്സിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. പോസിറ്റീവായി തോന്നുന്ന കാര്യങ്ങൾ എടുക്കുക. ടൈംലെസ് റീഡിംഗ് ആണ്, എപ്പോഴാണോ കാണുന്നത് അപ്പോൾ റെസനേറ്റ് ആവുന്നതായിരിക്കും. ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങളെ വേദനിപ്പിച്ചവർക്ക് ഇപ്പോൾ ഏത് അവസ്ഥ ആ വ്യക്തികൾ ഏത് അവസ്ഥയിൽ കൂടിയാണ് പോകുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ കാണുന്നത് അവരുടെ കർമ്മക്കുള്ള ഫലം കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. അവർ ചെയ്ത തെറ്റിനുള്ള ഫലം അവർക്ക് കിട്ടുന്നു എന്നാണ് ഇവിടെ വിൽഫോർച്ചുണ്ട്. അപ്പോൾ അത് അവരെന്താണോ ചെയ്തത് അത് അവർക്ക് തിരിച്ചു കിട്ടുന്നു. സമയം അവർക്ക് പിന്നെ എല്ലാം മനസ്സിലാക്കി കൊടുക്കുന്ന ഒരവസ്ഥ. അവർ പല തെറ്റുകളും ചെയ്തിട്ടുണ്ട്, അതിനുള്ള ഫലം അവർക്ക് തിരിച്ചു കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇപ്പോൾ ആവശ്യമില്ലാത്ത പല പ്രശ്നങ്ങളും ചെന്ന് ചാടി വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട ഒരു അവസ്ഥ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അവർക്കൊരു മാനസികമായൊരു സമാധാനം കിട്ടാതെ ഒരു ഒറ്റപ്പെടലിൻ്റെ അവസ്ഥ, എല്ലാവരും ഒറ്റപ്പെടുത്തുന്ന ഒരവസ്ഥ, എല്ലാത്തിൽ നിന്നും മാറി നിൽക്കേണ്ട ഒരവസ്ഥ, എല്ലാവരും കുറ്റം പറയുന്നുണ്ടാവും. ചെയ്ത കാര്യങ്ങൾക്കൊക്കെ മറ്റുള്ളവർ കൂടെയുള്ളവർ തന്നെ കുറ്റം പറയുന്നുണ്ടാവും. അപ്പോൾ അവരെ തെറ്റുകൾ മനസ്സിലാക്കാനുള്ളൊരു സമയമാണ് ആണ്. അപ്പം പല കാര്യങ്ങളും മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ മാനസികമായിട്ട് ഒരുപാട് വേദനയാണ് അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അവർ ചിന്തിച്ചിട്ടുണ്ട്, അവർക്ക് ഒരു നിങ്ങളിൽ നിന്ന് മാറി നിന്നാൽ അവർക്ക് ഒരു സന്തോഷമുള്ളൊരു ജീവിതം കിട്ടുമെന്ന് അവർ ഒരുപാട് സ്വപ്നം കണ്ടിരുന്നു. ആ സ്വപ്നം അവർക്ക് നഷ്ടപ്പെട്ടതായിട്ടാണ് കാണുന്നത്. അതാണിപ്പോൾ അവർക്ക് കിട്ടുന്ന കർമ്മ. പല തീരുമാനങ്ങൾ എടുത്തിരുന്നെങ്കിലും കൂടിയിട്ട് അവർക്ക് ആ തീരുമാനങ്ങൾ ഇപ്പം വേദനിക്കുന്ന തീരുമാനങ്ങളായിട്ട് കാണുന്നത്. ഒരുപാട് തീരുമാനം അവർ മനസ്സിൽ കൊണ്ട് നടന്നിട്ടുണ്ടാവും ഇത്രയും നാളും. ഇപ്പം നിങ്ങളിൽ നിന്നും ഏത് വ്യക്തിയാണെങ്കിലും നിങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ അവർക്കൊരു സാഹചര്യം ഉണ്ടായത് അവർക്ക് മറ്റേതോ പ്രശ്നങ്ങളിലൊക്കെ ചെന്ന് പെട്ടത് കൊണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ ആ ഒരു ജീവിതത്തിൽ മറ്റേ തേർഡ് പാർട്ടിയുമായിട്ടുള്ള ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താമെന്ന് വിചാരിച്ച്, പക്ഷെ അവർക്ക് മാനസികമായിട്ട് അവിടെ വിഷമമാണ് ഇപ്പോൾ ഉണ്ടായത്. ഇപ്പോൾ പല പ്രശ്നങ്ങളിലും ചെന്ന് ചാടുന്നു എന്നാണ് കാണുന്നത്. ആ പ്രശ്നങ്ങളൊക്കെ മറികടക്കാൻ അവരൊരുപാട് ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷെ എന്ത് തന്നെയായാലും അവർ ചെയ്ത കർമ്മക്കുള്ള ഫലം അവർക്ക് തിരിച്ച് കിട്ടുന്നു എന്നാണ് കാണുന്നത്. അവരെല്ലാവരും ഒറ്റപ്പെടുത്തി എന്നാണ് കാണുന്നത്. ആരും ഇല്ലാതെ ഒരു ഏകാന്തത അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കുറേ നല്ല കാര്യങ്ങളും കുറേ മോശം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാകും, പക്ഷേ ഇപ്പോൾ അവർക്ക് അവരുടെ തെറ്റുകൾ മനസ്സിലായി. അത് തിരിച്ചറിഞ്ഞ് അത് തിരുത്താൻ ശ്രമിക്കുന്ന കുറേയധികം വ്യക്തികളെ കാണുന്നുണ്ട്. അപ്പോൾ ആവശ്യമില്ലാത്ത പല പ്രശ്നങ്ങളിലും ചെന്ന് ചാടേണ്ടി വരുന്നു. മാനസികമായിട്ട് ഒരുപാട് വേദനിക്കുന്ന വ്യക്തികളെയാണ് കാണുന്നത്. അവർ വിചാരിച്ചത് ഒരു സന്തോഷമുള്ള ഒരു ജീവിതം കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു, പക്ഷേ അതെല്ലാം നഷ്ടപ്പെട്ടതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു 8 ഓഫ് കപ്സിൻ്റെ 4 ഓഫ് വാൻഡ്സ് ഞാൻ ക്ലാരിഫൈ ചെയ്തപ്പോൾ 8 ഓഫ് വാൻഡ്സ് ആണ് കിട്ടിയത്. അപ്പോൾ 8 ഓഫ് വാൻഡ്സ് എന്ന് പറയുമ്പോൾ ഈ വ്യക്തി വിചാരിച്ചത്, ഏത് വ്യക്തിയായാലും വ്യക്തി വിചാരിച്ചത് സന്തോഷമുള്ള ജീവിതം കിട്ടും, പക്ഷേ അത് കിട്ടാത്തത് കൊണ്ട് തന്നെ അവർ അത് വിട്ട് അതിൽ നിന്നെല്ലാം മാറിപ്പോയതായിട്ടാണ് കാണുന്നത്. ഇതുവരെ ഉണ്ടായ സന്തോഷത്തിൽ നിന്ന് അവർ ആഗ്രഹിച്ച സന്തോഷത്തിൽ നിന്ന് മാറിപ്പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. 9 ഓഫ് വാൻഡ്സ് ആണ്. 9 ഓഫ് വാൻഡ്സ് പറഞ്ഞാൽ അവർ പല തീരുമാനങ്ങളും എടുത്തിട്ടുണ്ടാവും. ഇതുവരെ മുന്നോട്ടുള്ള ജീവിതം അവരുടെ സ്വപ്നലോകത്ത് ജീവിച്ച് പല തീരുമാനങ്ങളും എടുത്തിട്ടുണ്ടാവും, പക്ഷേ അവരുടെ ചുറ്റും നെഗറ്റീവായ കാര്യങ്ങളായിരുന്നു സംഭവിച്ചതെന്ന് അവർക്ക് ഇപ്പോഴാണ് ബോധ്യം വന്നത്. അപ്പോൾ അവരെടുത്ത തീരുമാനം തെറ്റായിരുന്നു എന്നുള്ള ഒരു ബോധ്യം അവർക്ക് വന്നു എന്നാണ് കാണുന്നത്. അവർ സ്വപ്നലോകത്തായിരുന്നു. അവർ പല നെഗറ്റീവായ സാഹചര്യങ്ങളും അവരെ ചുറ്റിപ്പറ്റി അവരെ പിന്തുടർന്നു കൊണ്ടേയിരുന്നു. അത് അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ മാനസികമായിട്ട് ഒരുപാട് വേദനിക്കുന്ന വ്യക്തികളെയാണ് കാണാൻ സാധിക്കുന്നത്. ത്രീ ഓഫ് സോഡിൻ്റെ എനർജി 9 ഓഫ് വാൻഡ്സ് ആണ്.
അപ്പോൾ അവർ ഒരുപാട് പ്രതീക്ഷയോടെ പല മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് നോക്കി നിൽക്കുന്നു. പക്ഷെ ചിലപ്പോൾ ഈ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് അപ്പോൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, നിങ്ങളായിരുന്നു നല്ലത്, നിങ്ങളുടെ കൂടെയുള്ള ജീവിതം അത് നല്ലതായിരുന്നു ചിന്തിച്ച് അവർ മുന്നോട്ടുള്ള ജീവിതം സ്വപ്നം കണ്ട് നിങ്ങൾ വരുമെന്നുള്ള പ്രതീക്ഷ അല്ലെങ്കിൽ വിളിക്കുമെന്നുള്ള പ്രതീക്ഷ ബൗണ്ടറിക്ക് അരികിൽ വന്ന് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. എപ്പോൾ ഏതെങ്കിലും ഒരു വെളിച്ചം അവരിലേക്ക് ചെല്ലും, ഒരു ചെറിയൊരു പ്രകാശം തന്നെ അവരിലേക്ക് വരും എന്നുള്ള പ്രതീക്ഷ അവർക്കുണ്ട്. ഒരു നിങ്ങൾ ചെറുതായിട്ടുണ്ടെങ്കിലും അവരെ മനസ്സിലാക്കും എന്ന് ചിന്തിക്കുന്ന വ്യക്തികളെയാണ് കാണുന്നത്. 5 ഓഫ് പെൻഡിക്കിൾ. അപ്പോൾ ആവശ്യമില്ലാത്ത 5 ഓഫ് പെൻഡിക്കിളും ഇവിടെ വന്നത് 5 ഓഫ് സോഡാണ്. അപ്പോൾ 5ൻ്റെ എനർജിയാണ് വന്നത്. അപ്പോൾ ഇവർ ഒരുപാട് മാനസിക പ്രശ്നത്തിലാണ് ഇപ്പോൾ ഉള്ളതെന്ന് കാണുന്നത്. ഒരുപാട് മാനസികമായിട്ട് വേദനിക്കുന്ന വ്യക്തികൾ, അവർക്ക് ഒന്നും സഹിക്കാനും താങ്ങാനും കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ നിരാശപ്പെട്ടിരിക്കുന്നു. ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി എല്ലാവരോടും ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ തർക്കിക്കുന്നുണ്ടാവും. എന്ത് ചോദിച്ചാലും ഒരു നല്ല മറുപടി കൊടുക്കാതെ എല്ലാവരുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവും. അവർക്ക് മനസ്സിലെ വിഷമം കൊണ്ട് ആരോടൊന്നും മര്യാദ സംസാരിക്കാൻ വരെ കഴിയുന്നില്ല എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു കിങ് ഓഫ് സോഡിൻ്റെ എനർജിയാണ്. ഇങ്ങനെ പേജ് ഓഫ് വാൺസ് ആണ്. അപ്പോൾ അവർ വിചാരിക്കുന്നുണ്ട് പല കാര്യങ്ങൾ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായ കാര്യങ്ങളെല്ലാം മാറ്റി മുന്നോട്ടൊരു സക്സസ് വേണം എന്ന് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പ്രതീക്ഷ അവർക്ക് മുന്നോട്ട് ഇനിയുള്ള ജീവിതത്തിലുണ്ട്, ഒരു സക്സസ് വേണം എന്ന് വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുന്നിലെ തടസ്സങ്ങൾ എന്താണെങ്കിലും അത് മാറ്റണം, മുന്നോട്ട് പോകണം എന്ന് ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അവരനുഭവിക്കുന്ന അവർ ചെയ്ത കർമ്മക്കുള്ള ഫലമായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു ഹെർമിറ്റിൻ്റെ എനർജിയാണ് വന്നിട്ട്. ഹെർമിറ്റിൻ്റെ എനർജി പറഞ്ഞാൽ അവരിപ്പോൾ എല്ലാവരും ഒറ്റപ്പെടലിൻ്റെ അവസ്ഥ. ആ ഒറ്റപ്പെടുന്ന അവസ്ഥയിലാണ് ജീവിതത്തിലെ പല കാര്യങ്ങളും ഏതൊരു വ്യക്തിയായാലും ചെയ്ത തെറ്റുകളെക്കുറിച്ചും എല്ലാത്തിനെക്കുറിച്ചും ചിന്തിക്കുന്ന ഒരു സമയമായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അവർ ചെയ്ത തെറ്റുകൾ അവരെന്തൊക്കെ ചെയ്തിരിക്കുന്നത് അതെല്ലാം അവർക്ക് തിരിച്ചറിവിനുള്ള ഒരു സമയമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് തിരുത്തണം എന്ന് അവർ ആഗ്രഹിക്കുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു മൂൺ എനർജി. ഈ വ്യക്തിക്ക് ഒരുപാട് രഹസ്യമായ സ്വഭാവങ്ങളുണ്ട്. പല കാര്യങ്ങളും മറച്ചു വെച്ച് ഒന്നും പറയാതെ പല കാര്യങ്ങളും മറച്ചു വെച്ച് ഇരിക്കുന്ന ഒരു സ്വഭാവമുള്ള വ്യക്തിയായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. കൂടാതെ അവരെ ചുറ്റിപ്പറ്റി പല നെഗറ്റീവായ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. ചിലപ്പോൾ അത് മറ്റു ചില വ്യക്തികളുടെ ഇൻഫ്ലുവൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് അവർക്ക് തിരിച്ചറിവ് വന്നിട്ടുണ്ട്. ആ തിരിച്ചറിവ് വന്നതിന് ശേഷം അവർ അത് തിരുത്തണം എന്ന് ആഗ്രഹിക്കും. തന്നിലെ തെറ്റുകൾ തിരുത്തണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളെയാണ് കാണുന്നത്. ആ നെഗറ്റീവായ സാഹചര്യത്തിൽ പെട്ടത് കൊണ്ടാണ് അവർക്ക് ഇത്തരം പ്രശ്നങ്ങളിൽ ചെന്ന് ചാടേണ്ടി വന്നത്. അത് തിരുത്തണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതിന് കപ്പിൻ്റെ എനർജിയാണ്. അപ്പോൾ അവർ ചിന്തിക്കുന്നത് ഇപ്പോൾ അവർ ഇപ്പോൾ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം കിട്ടും എന്ന് കരുതിയ സ്ഥലത്ത് നിന്ന് അവർക്ക് തിരിച്ചടികളാണ് സംഭവിച്ചത്. അവർ ചെയ്ത കർമ്മയ്ക്കുള്ള ഫലം അനുഭവിക്കുന്നു എന്നാണ് കാണുന്നത്. എന്തൊക്കെയാണോ ചെയ്തപ്പോൾ ആ ഒരു വേദന അവർ ചെയ്ത തെറ്റുകളും കുറ്റങ്ങളും മനസ്സിലാക്കി ഇപ്പോൾ ഒരുപാട് വേദനിക്കുന്നു. നിങ്ങൾ നിന്ന സ്ഥലത്ത് അവരിപ്പോൾ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. 2 കാർഡ് കൂടെ എടുത്ത് നോക്കാം. അപ്പോൾ അവർ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ അവരെന്ത് ചെയ്താലും അവരുടെ പുറകെ തന്നെ നിങ്ങൾ ഉണ്ടാകും, എല്ലാം സഹിച്ച് അവരുടെ കൂടെ ജീവിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ചെയ്യുന്ന തെറ്റുകളും കുറ്റങ്ങളൊക്കെ മനസ്സിലാക്കി ആരെ കൂടെ പോയാലും എന്ത് ചെയ്താലും അതെല്ലാം സഹിച്ച് അവരെ പിറകെ തന്നെ നിങ്ങൾ ചെല്ലും എന്ന് വിചാരിച്ചിട്ടുണ്ടാകും. അവിടെയാണ് അവർക്ക് തെറ്റ് പറ്റിയത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോയിട്ടുണ്ടാകും. അപ്പോൾ ഈ നെഗറ്റീവായ സാഹചര്യം അവർ കണ്ണ് കെട്ടി അടച്ച് ഇരുട്ടാക്കി ജീവിച്ചു. നിങ്ങളെ മനസ്സിലാക്കാതെ മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കാതെ അവർ കണ്ണ് കെട്ടി ഇരുട്ടാക്കി എല്ലാം അറിഞ്ഞിട്ടും അറിയാത്ത ഭാവത്തിൽ നടന്നു. നിങ്ങൾ പുറകെ ചെല്ലും എന്നുള്ളൊരു ധാരണ, സന്തോഷമുള്ള ജീവിതം ഉണ്ടാകും എന്ന് ചിന്തിച്ചു.
പക്ഷേ ഇപ്പം കാണുന്നത് 7 ഓഫ് വാൻസിൻ്റെ എനർജിയിലാണ്. നിങ്ങൾ വരും എന്നുള്ള പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഇരിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും മനസ്സ് മാറി അവരിലേക്ക് ചെല്ലും എന്നുള്ള ഒരു പ്രതീക്ഷ അവരിപ്പോൾ അത്രയും വേദന അനുഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരൊരുപാട് പ്രാർത്ഥിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, ചെയ്ത തെറ്റുകൾ തിരിച്ചറിയുന്നു, മനസ്സിലാക്കുന്നു. അവരിപ്പം ചെയ്ത കർമ്മക്കുള്ള ഫലം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഒരുപാട് ദുഃഖത്തിലാണെന്നാണ് കാണുന്നത്. നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാത്തിൽ നിന്നും മാറി പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വ്യക്തി, കഴിഞ്ഞതെല്ലാം മറന്ന് പുതിയൊരു ജീവിതത്തിലേക്ക് പോകണം, ഒരു സക്സസ് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവർ മുമ്പേ വിചാരിച്ചതെല്ലാം മാറി ചിന്തിക്കാൻ തുടങ്ങി എന്നാണ് ഇപ്പം ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇതൊക്കെയാണ്. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അടുത്ത വീഡിയോ വരുന്നവരെ കാത്തിരിക്കുക. ബൈ.